പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 4 തീയതി വ്യാഴാഴ്ച. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ
നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ എടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ദാരിദ്ര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, പ്രാർത്ഥന ശൈത്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, ആത്മീയ മരവിപ്പുണ്ടായാൽ എന്ത് ചെയ്യും. അതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക വെച്ചാൽ അതിന് ഓരോരോ ഘട്ടന ഇന്നലെ മെനയെന്നൊന്ന് പറഞ്ഞ് ഇന്ന് പറയണത് എന്താ അറിയാമോ? ഇന്ന് പറയണത് ഈ ചില കാര്യങ്ങളെ തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്ത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കാൻ പറയും, തിരിച്ച് കിട്ടാത്ത സ്ഥലത്തേക്ക് കൊടുക്കാൻ പറയും. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മീയ മരവിപ്പ് വന്ന് പ്രാർത്ഥന ശൈത്യം വന്ന് അപ്പം അങ്ങനെയൊക്കെ വന്നാൽ ഒരു ഫെയ്ത്ത് ഫ്രിജിഡിറ്റി, വിശ്വാസ മരവിപ്പ് എന്ന് പറയും, വിശ്വാസ മരവിപ്പ്. അങ്ങനെയൊക്കെ വന്ന് നമ്മളിനി എന്ത് പ്രാർത്ഥിക്കാനാണ്, ആരോട് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇപ്പോൾ എന്ത് പ്രശ്നം, നമ്മൾ ബൈക്ക് ഓടിക്കത്തില്ലേ, ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലാ ബൈക്കിലും എന്താ സംഭവം, കുറച്ച് കഴിയുമ്പോൾ റിസർവയർ എന്നല്ലേ, റിസർവയർ അങ്ങനെ സംഭവമില്ല ഇതിൻ്റെ അകത്ത്, നമ്മളുടെ പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് തന്നെ റിസർവ് ചെയ്തിരിക്കുന്ന ഓയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 40 ഒരു ലിറ്റർ അടിച്ചെന്ന് വിചാരിച്ചോ, ലിറ്റർ ഇപ്പോൾ 1.20 എത്ര രൂപയാണ്. അപ്പം 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 2 ലിറ്റർ പെട്രോൾ അടിച്ചെന്ന് വിചാരിച്ചോ. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യണം ബൈക്കിൽ, നമ്മൾ എണ്ണ അടിക്കാൻ മറന്നു പോയാലും ഉടനെ ആ റിസർവയർ അവിടെ കത്തിക്കിടക്കുക, എണ്ണ തീർന്നു. പക്ഷേ ഇനി അടുത്ത പെട്രോൾ പമ്പ് വരെ പോകാനുള്ള എണ്ണ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ, ടാങ്ക് ഡയറക്റ്റ് വരാത്ത രീതിയിൽ, ബുള്ളറ്റിനൊക്കെ അതുണ്ട്, എല്ലാ ബൈക്കിനൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ആ റിസർവറിലൊക്കെ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടാങ്കിൽ എണ്ണ തീർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ താഴേക്ക് ആ റിസർവറിൻ്റെ നോബ് തിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പെട്രോൾ പമ്പ് വരെ ഓടിക്കാനുള്ള വെള്ളം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, അതും കണ്ട് പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ടാങ്കിൽ എണ്ണയും തീർന്ന് റിസർവറിലും തീർന്ന് നമ്മൾ ഓടിച്ചോടിച്ച് പോയിട്ടും പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ വരണ്ട് കത്തിയിരിക്കും ടാങ്ക്, ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു, ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. ചില വീടുകളിലൊക്കെ ഭയങ്കര ഇടിയാണ്, ചേട്ടനിയന്മാർ, അപ്പനും ചേട്ടനും അനിയനും എല്ലാം കൂടി വണ്ടി ഓടിക്കും. അതിനകത്ത് പിശുക്കന്മാരാരും ഉണ്ടാവും, അപ്പനായിരിക്കത്തില്ല പിശുക്കൻ, മിക്കവരും ഇളയ മകനായിരിക്കും പിശുക്കൻ. അവരും കൊണ്ടേ ചേട്ടൻ്റെ വണ്ടി എടുത്ത് അവനും ഓടിക്കും. അവനും ഓടിച്ചിട്ട് ചേട്ടായി ഓടിക്കുമ്പോൾ ചേട്ടന്മാർക്ക് എപ്പോഴും ഉണ്ടല്ലോ അപ്പനനിയനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒരു 1 ലിറ്റർ പെട്രോൾ അടിച്ച് വെച്ചിട്ട് അവൻ പോരത്തുള്ളൂ. ഈ ഇളയവനെ ഒരിക്കലും, ഇളയവൻ്റെ സ്വഭാവം അനുസരിച്ച് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഇളയന്മാർ ഭയങ്കര വിക്രമന്മാരായിരിക്കും, യവന്മാരടിക്കത്തില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് അപ്പം പുറത്തിറങ്ങി വണ്ടി എടുക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഉണങ്ങിയിരിക്കണേ കാണാം. ആരാണ്ട് അവസാനം എടുത്ത് ഈ വണ്ടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ മറ്റവരപ്പം തന്നെ എടുത്ത് ആ വഴക്ക് കേൾക്കണ അപ്പം മൂത്തവനായിരിക്കും, മറ്റവനറിയാമല്ല, കള്ളത്തരം കാണിച്ചിട്ട് അപ്പത്തിനോട് മുങ്ങിക്കാണും. അപ്പനിപ്പോൾ വണ്ടി എടുക്കും, അപ്പൻ വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന്. അതെ, അവന് ഇത് വിക്രമം കാണിക്കണവന് എപ്പോഴും നിൽക്കാൻ അറിയാം, പണി കിട്ടണേ എപ്പോഴും. ഇല്ല, അപ്പം ഞാൻ അടിക്ക് വെക്കുമ്പോൾ ഇത്രയും ഉണ്ടായി. അപ്പം ഇങ്ങനെ വന്നാലും ഈ ഉണങ്ങിപ്പോയ ആത്മീയതയിൽ ഈ ഉണക്കമുണ്ട്. പെട്രോൾ ടാങ്ക് ഉണങ്ങുന്നത് പോലെ ആത്മീയതയിലും പ്രാർത്ഥനാ വരൾച്ച ഉണ്ട് ശരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. അത് ചെയ്യണമെന്ന് പറയണത് അതിനെപ്പോഴും ഓർത്തേക്കണം, അത് ഈശോ റീഫണ്ട് ചെയ്യുന്ന ചില സ്കീംസ് ഉണ്ട്. ദൈവം ഇപ്പം ഇങ്ങനെ ബാങ്ക്രപ്സി ആയിപ്പോയി പെട്രോൾ ടാങ്ക് ഉണങ്ങിപ്പോയാൽ അതിന് ഇൻസെൻറ്റീവ്, ദൈവം നമുക്ക് ഇൻസെൻറ്റീവ് തരുന്ന ചില സ്കീംസ് ഉണ്ട്. ആ സ്കീംസ് അറിയാമെങ്കിൽ അതിലൊരു സ്കീം ഈ ലൂക്കായുടെ സുവിശേഷം 6:35 എടുത്തേ. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, അതായത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. അതെ, ഇതിൻ്റെ ഇങ്ങനെ ഇതൊരു ഭയങ്കര സാരാണിത്.
എന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്റ്റ്സായി പോയി എന്ന് കണ്ടാൽ പിന്നെ ദൈവം ഇവരെ ഒരു ഇൻസെൻറ്റീവ് കൊടുത്ത് ഇവരെ തൽക്കാലത്തേക്ക് ഇവരെ ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മളെ ക്യാമ്പിൽ കൊണ്ടുപോയേ, അതുപോലെ അവിടെ നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വരെ ഭക്ഷണം തരും എന്നും പറഞ്ഞ് എല്ലാ ദിവസവും നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണം തരുക ഇല്ല. പക്ഷേ ഇത് റിക്കവർ ചെയ്തെടുക്കാനുള്ളൊരു മാർഗ്ഗമാണ്. തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് കൊടുത്താൽ അവർക്ക് നമുക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ സദ്യ അത്താഴം മുത്താഴം ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ദരിദ്രരെ വിളിക്കണം. എന്നിട്ട് ഈശോ പറയും അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഒന്നുമില്ല. ലൂക്കാ 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. ലൂക്കാ 14:14. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. പ്രത്യേകിച്ച് ഈ അന്ധന്മാരെ സഹായിക്കണ ഇതുപോലെ സംഭവമാണ്. കാര്യം മറ്റുള്ളവർ നമ്മളവരെ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുന്നവരെ അന്ധന്മാർ മറ്റുള്ളവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ കൈകൂപ്പും. അന്ധന് കാണാൻ പാടില്ല, എങ്ങോട്ട് നോക്കി കൈകൂപ്പണമെന്ന് അറിയാൻ പറ്റില്ല. ആരോ സഹായിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എങ്ങോട്ട് നോക്കി കൈകൂപ്പണം. അപ്പോൾ നമ്മളിവിടെ നിൽക്കണമെങ്കിൽ അവർ ഇങ്ങോട്ടൊക്കെ കൈപോകും. അതാണ് അവസ്ഥ. അന്ധന്മാരെ സഹായിക്കണത് ഒരു വല്ലാത്ത സഹായമാണ്. എപ്പോഴും നമ്മൾ അന്ധനാകുമ്പോഴേ മനസ്സിലാകത്തുള്ളത്. അത്ര ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം. അല്ല മറ്റ് പല കാര്യങ്ങൾക്കും ദൈവത്തോട് മുമ്പിൽ ദൈവത്തിനെ പ്രതിയായിക്കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തില്ലേ, എനിക്ക് ചെയ്തില്ല, ഞാൻ ഇന്ന് എവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഹോളിവുഡ് നടക്കത്തില്ലേ, അതൊന്നും ശരിയല്ല. മറിച്ച് ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ളവർക്കില്ലാതെ വരുമ്പോഴായിരിക്കും നമുക്കത് ഓർത്തിട്ട് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തിരിച്ചു തരാൻ ഇല്ലാത്ത ആൾക്കാരെയാണ്. തിരിച്ചു തരാൻ ചിലപ്പോൾ ഒരു സ്തുതി പോലും ഉണ്ടാകത്തില്ല. അന്ധന്മാരുടെ ഗുണം അതാണ്, തിരിച്ചു തരാൻ ഒരു സ്തുതി പോലും ഉണ്ടാകാത്ത കാര്യം നമ്മളെ അവർ കാണുന്നില്ല. പക്ഷെ അവർക്ക് മെയിൻ്റനൻസ് ഇല്ലേ അവരുടെ ജീവിതത്തിന്. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ, ഒരു തണുപ്പത്താണെങ്കിൽ ഒരു പുതപ്പ് കൊടുക്കുമ്പോഴും, ഭക്ഷണം കഴിക്കാൻ കുറച്ച് പൈസ കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യുന്ന സ്ഥലത്തവരെ കൊണ്ട് ആക്കുമ്പോഴും, അതൊക്കെ എന്താണ് അവർക്ക് തിരിച്ചു തരാൻ അവർക്കൊന്നുമില്ല. പക്ഷേ കർത്താവ് തരും. ഇങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമ്മൾ ഫ്രൂട്ട്ഫുള്ളാക്കണത്. അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അച്ഛൻ ഇതൊക്കെ സംസാരിക്കണമെന്ന് ഓർക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്തവർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.